അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം 34-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം നമുക്ക് വായിക്കാം. ഇങ്ങനെ ഏശാവ് ജ്യേഷ്ഠാവകാശം അലക്ഷ്യമാക്കി കളഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. നന്നാ ക്ഷീണിച്ച് വീട്ടിൽ വന്ന ഏശാവ് തൻ്റെ സഹോദരനായ യാക്കോബ് പാകം ചെയ്ത പായസം ചോദിച്ചപ്പോൾ, നിന്റെ ജ്യേഷ്ഠാവകാശം പായസത്തിനു വേണ്ടി വിൽക്കുക എന്ന് യാക്കോബ് പറയുകയും, ഈ ജ്യേഷ്ഠാവകാശം എനിക്ക് എന്തിനെന്ന് പറഞ്ഞ് യാക്കോബിന് തൻ്റെ ജ്യേഷ്ഠാവകാശം വിറ്റുകൊണ്ട് സത്യം ചെയ്യുകയും ചെയ്ത ശേഷം യാക്കോബ് കൊടുത്ത പായസം കുടിച്ചുകൊണ്ട് ഏശാവ് എഴുന്നേറ്റ് പോയി. ഇങ്ങനെയാണ് ഏശാവ് തൻ്റെ ജ്യേഷ്ഠാവകാശത്തെ അലക്ഷ്യമാക്കിയത്. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം 29 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. ജ്യേഷ്ഠാവകാശം ഈ ഭൂമിയിലെ മാതാപിതാക്കളുടെ സ്വത്തിൽ 2 പങ്ക് നേടിത്തരുന്നു. ഇസ്രയേലിൻ്റെ പ്രമാണമാണിത്. ആവർത്തന പുസ്തകം 21-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ഇതിനെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യാക്കോബ് ഏശാവിൻ്റെ ജ്യേഷ്ഠാവകാശം പായസം കൊടുത്തു മേടിച്ചത് എന്തിനാണെന്ന് നമുക്കറിയില്ല. ദൈവം അബ്രാഹാമിന് കൊടുത്ത അനുഗ്രഹം ജ്യേഷ്ഠാവകാശത്തിൽ കൂടി ലഭിക്കുന്നതല്ല, തിരഞ്ഞെടുപ്പിൽ കൂടി ലഭിക്കുന്നതാണ്. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം 23-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, മൂത്തവൻ ഇളയവനെ സേവിക്കും. അങ്ങനെയെങ്കിൽ ഏശാവിൻ്റെ ജ്യേഷ്ഠാവകാശം യാക്കോബ് പായസം കൊടുത്ത് മേടിച്ചപ്പോൾ യാക്കോബ് മൂത്തവനായി തീരുകയും അവൻ ഏശാവിനെ സേവിക്കേണ്ടി വരികയും ചെയ്യുമായിരുന്നുവല്ലോ. ദൈവത്തിൻ്റെ പദ്ധതി മനസ്സിലാക്കി സ്വന്തം ബുദ്ധിയിൽ ഊന്നാതെ ജീവിക്കുന്നതാണ് ബുദ്ധി എന്ന് ഈ ഭാഗങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. തന്നെയുമല്ല, അപ്പൻ്റെ അനുഗ്രഹത്തിനായി യാക്കോബിൻ്റെ അമ്മയുടെ വക ഒരു ഉപായം നമുക്ക് കാണുവാൻ കഴിയും. ഇസ്ഹാക്ക് വേട്ട ഇറച്ചിയുടെ രുചി അറിഞ്ഞതുകൊണ്ട് ഏശാവിനെ അനുഗ്രഹിക്കുവാൻ അന്വേഷിച്ചപ്പോൾ ബുദ്ധിമതിയായ യാക്കോബിൻ്റെ അമ്മ അപ്പൻ്റെ അനുഗ്രഹം യാക്കോബിന് മേടിച്ചു കൊടുക്കുവാൻ യാക്കോബിനെ കൊണ്ട് ചിലതെല്ലാം ചെയ്യിക്കുന്നുണ്ട്. ഏശാവിനെ പോലെ രോമമുണ്ടാകുവാൻ യാക്കോബിൻ്റെ കൈ പൊതിയുന്നു. ഏശാവിൻ്റെ വസ്ത്രം യാക്കോബിനെ അണിയിക്കുന്നു. ഏശാവിൻ്റെ ശബ്ദത്തെക്കുറിച്ച് യാക്കോബിൻ്റെ അമ്മ ശ്രദ്ധിച്ചു കാണുകയില്ല. ഇസ്ഹാക്ക് അത് കണ്ടുപിടിക്കുകയും ചെയ്തു. ഇസ്ഹാക്ക് പറയുകയാണ്, ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായം 22-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത്, ശബ്ദം യാക്കോബിൻ്റെ ശബ്ദം, കൈകൾ ഏശാവിൻ്റെ കൈകൾ തന്നെ എന്ന് പറഞ്ഞു. ഇവിടെ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, നാം എത്ര ബുദ്ധിയോടെ പ്രവർത്തിച്ചാലും വ്യാജമാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ നമുക്ക് മനസമാധാനം ഉണ്ടാവുകയില്ല. തന്നെയുമല്ല, അത് പിടിക്കപ്പെടുകയും നാം കഷ്ടത്തിലാവുകയും ചെയ്യും. അപ്പൻ്റെ അനുഗ്രഹം യാക്കോബ് മേടിച്ചു, അതും ഉപായത്താൽ. എന്നാൽ അപ്പനുമായുള്ള കൂട്ടായ്മ അവന് നഷ്ടമായി. 20 വർഷക്കാലം അവൻ അപ്പനെ പിരിഞ്ഞ് കഷ്ടതയിൽ ജീവിക്കേണ്ടി വന്നു. ദൈവത്താൽ അവൻ തിരഞ്ഞെടുക്കപ്പെട്ടവൻ ആയിരുന്നതിനാലും ഉപായത്താൽ ജ്യേഷ്ഠൻ്റെ അനുഗ്രഹം തട്ടിയെടുത്തത് തൻ്റെ അമ്മയുടെ നിർബന്ധത്താൽ ആയിരുന്നതിനാലും ദൈവം യാക്കോബിന് വെച്ച അനുഗ്രഹം അവന് നഷ്ടമായില്ല. ഇവിടുത്തെ മനസ്സിലാക്കേണ്ടുന്ന കാര്യം എന്തെന്നാൽ, ദൈവാനുഗ്രഹം ലഭ്യമാകുവാൻ നമ്മുടെ യാതൊരുവിധ കുതന്ത്രങ്ങളുടെയും ആവശ്യമില്ല. അവൻ്റെ വാക്ക് കേട്ടനുസരിച്ച് മുന്നോട്ട് പോയാൽ മാത്രം മതിയാകും. ഒരു വീരയോദ്ധാവ് തന്നെ തുടരുന്ന ശത്രു സൈന്യത്തിൻ്റെ നീക്കം മനസ്സിലാക്കി അതിവേഗം കുതിരപ്പുറത്ത് യാത്ര ചെയ്യുകയായിരുന്നു. താൻ സഞ്ചരിച്ചിരുന്ന കുതിരയുടെ ലാടൻ ഇളകിപ്പോയത് താൻ പെട്ടെന്ന് മനസ്സിലാക്കി. ഈ അവസ്ഥയിൽ കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്നത് ശത്രുവിൻ്റെ കയ്യിൽ അകപ്പെടുന്നതിന് കാരണമായി തീരുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. എന്നാൽ കുതിരയുടെ ലാടൻ ശരിയാക്കുന്നതിന് എടുക്കുന്ന സമയം ശത്രുക്കൾ തന്നെ സമീപിക്കുന്നതിന് മുഖാന്തരമായി തീരും. രണ്ടിൻ്റെയും മധ്യേ അദ്ദേഹം വിഷമിച്ചു. മുന്നോട്ട് പോയപ്പോൾ കൊല്ലൻ്റെ ഒരു ആല കാണുകയും കുതിരയുടെ ലാടൻ അവിടെ ശരിപ്പെടുത്തുകയും ചെയ്തു. താൻ നോക്കിയപ്പോൾ ശത്രു സൈന്യത്തിൻ്റെ അടുക്കൽ എത്തുവാൻ തുടങ്ങിയിരുന്നു. എന്നാൽ തൻ്റെ വാഹനമൃഗത്തിൻ്റെ പ്രതിസന്ധി പരിഹരിച്ചു കഴിഞ്ഞതിനാൽ ആ കുതിര മുൻപത്തേക്കാൾ ശക്തിയോടെ അതിവേഗത്തിൽ പായുകയും ശത്രു സൈന്യത്തിൻ്റെ പിടിയിൽ അകപ്പെടാതിരിക്കുകയും ചെയ്തു. നമ്മുടെ ആത്മാവിൻ്റെ വാഹനമാണ് നമ്മുടെ ശരീരം. നമ്മുടെ ശരീരം ബലഹീനമാണ് എന്ന് നാം മനസ്സിലാക്കണം. സമയമെടുത്ത ദൈവസന്നിധിയിൽ നിന്നും ശക്തി പ്രാപിക്കാതെ മുന്നോട്ട് പോയാൽ ലാടൻ പോയ കുതിരയെപ്പോലെ നമ്മുടെ ഓട്ടം ഒരു ദിവസം നിശ്ചലമാവുകയും സാത്താൻ്റെ പിടിയിൽ നാം അകപ്പെടുകയും ചെയ്യും. ആകയാൽ ഇരുൾ നമ്മെ പിടിക്കാതിരിക്കുവാൻ വെളിച്ചത്തിൽ നമുക്ക് നടക്കാം. ദൈവാത്മാവിനെ അനുസരിച്ചുള്ള
ദൈവവചനം ലൈഫ് സ്റ്റൈൽ ആക്കിക്കൊണ്ടുള്ള ജീവിതമാണ് വെളിച്ചത്തിലുള്ള നടത്തം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പാപത്തിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റിക്കളഞ്ഞുകൊണ്ടുള്ള ജീവിതമാണത്. ഏശാവിന് സംഭവിച്ചത് എന്താണെന്ന് നമുക്ക് ചിന്തിക്കാം. അല്പം പായസത്തിനു വേണ്ടി തൻ്റെ ജ്യേഷ്ഠാവകാശം നഷ്ടപ്പെടുത്തി. ഏശാവിൻ്റെ കാര്യം പഠിക്കുമ്പോൾ നമുക്ക് ഏശാവിനോട് സഹതാപം തോന്നാം. എന്നാൽ നാമും ചിലപ്പോഴെങ്കിലും ചില കാര്യത്തിൽ ഉദാസീനർ ആകാറില്ലേ? ചിലപ്പോഴെങ്കിലും നാം നമ്മുടെ വില നോക്കാതെ പ്രവർത്തിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. മാനസാന്തരപ്പെട്ട ദൈവമക്കൾ ജ്യേഷ്ഠരാണ്, മാനസാന്തരപ്പെടാത്തവർ ഇളയവരാണ്. ഇളയവരുടെ മുമ്പിൽ നാം ജ്യേഷ്ഠന്മാരാണെന്ന കാര്യം മറന്ന് പ്രവർത്തിക്കാറുണ്ടോ? വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട് അവർ പറയുന്നത് പോലെ ഉരുളയ്ക്ക് ഉപ്പേരി എന്ന രീതിയിൽ. ഓർക്കുക, ഒരിക്കൽ നാം നമ്മുടെ ജ്യേഷ്ഠാവകാശം ദുരഭിമാന നിമിത്തം വിറ്റുകളഞ്ഞാൽ മടക്കി കിട്ടുന്ന കാര്യം അത്ര എളുപ്പമല്ല. എബ്രായർക്കെതിരെ ലേഖനം 12-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്: ഒരു ഊണിനു വേണ്ടി ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തർ ആയിത്തീരുകയും ചെയ്യാതിരിപ്പാൻ സൂക്ഷിപ്പിൻ. അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിപ്പാൻ ആഗ്രഹിച്ച് കണ്ണുനീരോട് അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ട് മാനസാന്തരത്തിന് ഇട കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. നമ്മിൽ വരുന്ന പാപവും ദൈവവചനത്തോടുള്ള അകൽച്ചയും ജ്യേഷ്ഠാവകാശം നമ്മിൽ നിന്നും മാറിപ്പോകുവാൻ ഇടവരുത്തുന്ന കാര്യങ്ങളാണ് എന്ന് നാം മനസ്സിലാക്കണം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുന്നത് സ്വർഗീയ അനുഗ്രഹങ്ങളാലാണ്. അത് ലഭിക്കണമെങ്കിൽ ജ്യേഷ്ഠാവകാശം നാം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. ആകയാൽ ഈ പുതിയ ദിനത്തിൽ നമുക്ക് ദൈവം തന്ന രാജകീയ പുരോഹിത വർഗം എന്ന പദവിയും ദൈവമക്കൾ എന്ന പദവിയും നഷ്ടപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തി ജീവിക്കാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ അങ്ങയെ തിരിച്ചറിയാതെ ഇരിക്കുന്നുവെങ്കിൽ അങ്ങയെ തിരിച്ചറിയുവാൻ തക്ക കൃപ അങ്ങ് അവർക്ക് കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണമേ. അങ്ങയുടെ വചനം പ്രമാണിച്ചുകൊണ്ട് ജ്യോതിഷികളെപ്പോലെ തിളങ്ങുവാനും നിത്യജീവനാവകാശികളായി തീരുവാനും അടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.